വളരെ ആവേശത്തോടുകൂടെ പലരും ആ 7 കുടുംബത്തെ കാണാൻ വേണ്ടി പോയി. അവരെ എണ്ണപ്പൈസ നഷ്ടമായി എന്നല്ലാതെ അവിടെ അങ്ങനെ ഒരാളെയും കണ്ടില്ല. കാരണം സാധനം വേണ്ടേ, കാണിക്കണമെങ്കിൽ അതുണ്ടായില്ല. ഇങ്ങനെ കളവ് പറയാൻ മാത്രം ശീലമായി അതിനുവേണ്ടി മാത്രം രംഗപ്രവേശനം ചെയ്തിട്ടുള്ള ഒരു വിഭാഗത്തോട് നമ്മൾ എന്തു പറയും? പറയുന്നതല്ല ജീവിതത്തിലുള്ളത്. കഴിഞ്ഞ തവണ അതിന്റെ പല ഭാഗങ്ങളും പല ചിത്രങ്ങളും ഞാൻ കാണിച്ചിരുന്നു. പക്ഷെ ആ ഭാഗങ്ങളിലേക്കൊന്നും അദ്ദേഹം മനസ്സു കൊടുത്തില്ല എന്നത് വലിയ ഖേദകരം തന്നെയാണ്. എന്തിനാണാവോ അദ്ദേഹം ഇവിടെ വന്നത് എന്നറിയില്ല. അതുകൊണ്ട് ഈ തുടക്കം മുതൽ അവസാനം വരെ ഒരു വിഷയം ഞാൻ ആവർത്തിച്ചു പറയും. ആവർത്തനം നിങ്ങൾക്ക് വിരസമായി തോന്നുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആവർത്തിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അത് ആവർത്തിച്ചു തന്നെ പറയുകയാണ്. ഈ നാട്ടുകാർക്കിടയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുഴപ്പങ്ങൾ, ആ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്നാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് 100% അല്ല, അതിനേക്കാൾ അപ്പുറം ശരിയാണ് എന്നാണ്. മാന്യതയോടുകൂടെ തന്നെ ചേർത്തൊന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ വിഷയം ഞങ്ങൾ ഈ നാട്ടുകാർക്ക് മുമ്പിൽ പരസ്യമായി സമർപ്പിക്കാനും വിശദീകരിക്കാനും തയ്യാറാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ആശയങ്ങൾ 100% ശരിയാണെന്ന ബോധമുണ്ടെങ്കിൽ ഒരേ വേദിയിൽ നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. അതിന് നിങ്ങൾ സക്കരിയ സ്വലാഹിയെ തന്നെ കൊണ്ടുവരണം, ആളെ മാറ്റാൻ പാടില്ല. സക്കരിയ സ്വലാഹിയെ തന്നെ നിങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ നമ്മൾ തമ്മിൽ ചർച്ച നടത്തുകയും നിങ്ങൾ പരസ്യമായി നാട്ടുകാരത് വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം, അതാണ് മാന്യതയുള്ളവന്റെ ലക്ഷണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനിടയ്ക്ക് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട് ഞങ്ങൾക്ക് പരസ്യമായ സംവാദത്തിന് പേടിയാണ്. കാരണം കൊട്ടപ്പുറം സംവാദത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പേടി നിങ്ങൾക്കൊന്നുകൂടെ ശക്തമായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാര്യം കൂടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും വളരെ വ്യക്തമായ ഒരു ആശയത്തിന്റെ ഉടമകളായ നിങ്ങൾക്ക് ഒരു കാര്യം പരസ്യമായി പറയുമ്പോൾ അവിടെ പ്രശ്നം വരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ പ്രശ്നത്തിന് കാരണം നിങ്ങളിൽ തന്നെയായിരിക്കും എന്നല്ലേ അതിൽ നിന്ന് സമൂഹം മനസ്സിലാക്കുന്നത്? ന്യൂനപക്ഷമോ അതുപോലെ കൂടുതലുള്ള ആളുകളോ കുറവുള്ള ആളുകളോ അങ്ങനെ ഒന്നും നോക്കാതെ ആശയമായി പറയാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായി അത് പറയണം. ഇവിടുത്തെ പ്രശ്നങ്ങളും അടിയും പിടിയും മറ്റ് കേസുകളൊക്കെ നോക്കാനാണ് ഇവിടുത്തെ മേലുദ്യോഗസ്ഥന്മാർ, നിയമപാലകർ, അവരുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം പേടിക്കണ്ട. പക്ഷെ ആ പേടി നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഉള്ളിലുള്ള പേടി മാറ്റാനാ, ഞങ്ങൾക്കറിയാം. എന്നാലും നിങ്ങൾക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ഒരു വഴിയും കൂടെ പറഞ്ഞു തരിക, എന്നിട്ടെങ്കിലും അത് മുടങ്ങാതെ നടന്നു കിട്ടട്ടെ എന്ന് മനസ്സിലാക്കി ഇരിക്കട്ടെ. നിങ്ങൾ നോക്ക്, ഇവിടെ പ്രസംഗിച്ച സക്കരിയ സ്വലാഹി കാര്യമായി ഒരു വിഷയം പറഞ്ഞു. ഞങ്ങൾ പഴയ കാലത്ത് പറയുന്നത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു പുതിയ വാദം ഒരു വിഷയത്തിലും ഇല്ല. ഞങ്ങൾ പറയുന്നത് തന്നെയാണ് ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നത്. വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് ഇല്ല തന്നെ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ഭാഗങ്ങൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ആ പറയുന്ന മൗലവി തന്നെ ചിന്തിക്കാമായിരുന്നു, അയാളിൽ തന്നെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് എന്നത്. നിങ്ങൾ ആദ്യം 35 സക്കരിയ സ്വലാഹി സ്ത്രീകൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും പഴയ കാലത്ത് നമ്മുടെ ഉപ്പാപ്പമാരുടെയും ഉമ്മാമ്മമാരുടെയും കാലഘട്ടത്ത് സ്ത്രീകൾ എങ്ങനെ ജീവിച്ചു എന്നും അയാൾ തന്നെ പറയട്ടെ. പഴയ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോ പാരമ്പര്യത്തിൽ തൊടാൻ അയാൾക്ക് നല്ല പേടിയാ. എന്നിട്ട് അദ്ദേഹം പാരമ്പര്യം പരമാവധി, ഞാനിവിടെ പാരമ്പര്യത്തെ കുറിച്ച് നന്നായി വിശദീകരിച്ചപ്പോ
പാരമ്പര്യത്തിൽ ഞാനും തൊടാതെ പോയാൽ അതും ഒരു ഗുരുതരമാണല്ലോ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പരമാവധി അയാള് ആ പാരമ്പര്യം എന്ന ആ വാക്കും അതുപോലെ അതിലൂടെ നമ്മൾ മുതലെടുക്കുന്ന വിഷയവും അയാൾക്ക് വല്ലാതെ ഒരു ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരു പ്രത്യേകമായ പ്രവണത അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രകടമാകുന്നുണ്ട്. അയാൾക്ക് അത് നന്നായി കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, പഴയ കാലത്ത് നമ്മുടെ ഉപ്പാപ്പമാര് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും കുടിക്കണം എന്നാണോ? എന്ത് വിവരക്കേടാണ് അതൊക്കെ? പാരമ്പര്യം ഏത് വിഷയത്തിൽ? കള്ളുകുടിയുടെ വിഷയത്തിലാ അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ വിഷയത്തിലാ? നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, കെ.എം. മൗലവി മഅ്സൂമാണോ, ഇ.കെ. മൗലവി മഅ്സൂമാണോ, ഇബ്നു തൈമിയ്യ മഅ്സൂമാണോ? അവരൊക്കെ മനുഷ്യരല്ലേ, പലപ്പോഴും തെറ്റുപറ്റാറില്ലേ എന്ന് നിങ്ങൾ തന്നെ പറയാറില്ലേ? കൂടെ നിങ്ങളും പറയാറില്ലേ, അവര് നല്ലത് പറഞ്ഞാൽ ഞങ്ങൾ അത് അംഗീകരിക്കുമെന്ന്? അത് ശരി. അപ്പൊ എന്തേ ഒരു ഭാഗം മാത്രം നിങ്ങൾ ഒഴിവാക്കി മറ്റൊരു ഭാഗം മാത്രം എടുത്തത്? അപ്പൊ നിങ്ങളുടെ ആവശ്യമുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് അവിടെ മഅ്സൂമാണോ അല്ലേ എന്ന വാദവും, തെറ്റ് അനുകൂലിക്കാതെ നല്ല കാര്യങ്ങളിൽ മാത്രം അനുകൂലിക്കുക എന്നതും കണിശമായി പറയാൻ വലിയ ചങ്കൂറ്റമാണല്ലേ. ഞങ്ങളുടെ വിഷയമാകുമ്പോൾ അവിടെ മറ്റൊരു രൂപമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അത് സമൂഹം നന്നായി വിലയിരുത്തട്ടെ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ഭാഗം ആദ്യം ഒന്ന് കേൾക്കുക. നബിയുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മളെ പെണ്ണുങ്ങൾ അവഗണിക്കുന്നുണ്ട്. നടക്കുമ്പോ വഴി അരികിലൂടെ നടക്കണം. പണ്ടത്തെ പെണ്ണുങ്ങളില്ലേ അരൂക്കുടി കൊടയെ മറച്ചുടിച്ച്, അതാ ഇസ്ലാമിലെ പെണ്ണിന്റെ രീതി. അലൈകുന്ന ബിഹാഫാത്തി തരീഖി, നിങ്ങൾ വഴിയുടെ അരികിലൂടെ നടക്കണം. ഇന്നോ 5 പെൺകുട്ടികൾ പോവാണെങ്കിൽ നിരന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കണ മാതിരിയാ 5 ആളും ഇങ്ങനെയാ പോവുക. അത് അറബി കോളേജിൽ നിന്ന് വരികയാണെങ്കിലും ശരി, എതിരെ ആണുങ്ങൾ വരുന്നുണ്ട്, തട്ടണി തട്ടിക്കോട്ടെ മുട്ടണി മുട്ടിക്കോട്ടെ എന്നുള്ള മാതിരിയാ. ഒന്ന് മാറിക്കൊടുക്കണ്ടേ? മാറിക്കൊടുക്കൂല. എവിടുന്ന് അത് പഠിച്ച് നമ്മളെ കുട്ടികൾ ഈ അച്ചടക്കല്ലായ്മ? ആ സ്ഥലമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. മൗലവിന്റെ ഏറ്റവും വലിയ സംശയമാണ്, എവിടുന്നാണ് നമ്മളെ പെൺകുട്ടികൾ ഈ അച്ചടക്കമില്ലായ്മ പഠിച്ചത്? അത് നിങ്ങളെടുത്തും തന്നെ, നിങ്ങളാണത് പഠിപ്പിച്ചു കൊടുത്തത്. പഴയ പെണ്ണുങ്ങളുടെ രീതി നിങ്ങൾക്ക് അറിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ പഴയ പെണ്ണുങ്ങളിൽ പലരും വ്യഭിചാരികളില്ലേ? പഴയ പെണ്ണുങ്ങളുടെ അടുത്ത് നിങ്ങൾ പാരമ്പര്യം എടുക്കാൻ പറ്റുമോ? അവര് ഹറാമ് ചെയ്തവരില്ലേ? അത് അനുകൂലിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല. അപ്പൊ പഴയ പെണ്ണുങ്ങൾ കൊടയും മറച്ചു പിടിച്ച് വഴിയരികിലൂടെ നടന്ന വിഷയം വളരെ സന്തോഷത്തോടുകൂടെ അയാൾ എടുത്തു ധരിക്കുക. എന്നാ ഇനി നിങ്ങൾ നോക്ക്, അവരുടെ സമ്മേളനം, അതിൽ വഴിയരികിലൂടെ കൊടയും പിടിച്ചിട്ട് പെണ്ണുങ്ങൾ പോകുന്ന രംഗൊന്നും കണ്ടോളൂ നിങ്ങൾ. എവിടുന്നാണ് നമ്മളെ പെണ്ണുങ്ങൾ അത് പഠിച്ചത് എന്നാണല്ലോ നിങ്ങൾ ചോദിച്ചത്. പറയുന്ന മൗലവി തന്നെ ചിന്തിക്കേണ്ടതല്ലേ അത്? അത് പഠിക്കാനുള്ള സ്ഥലം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നത് നന്നായി ഒന്ന് പഠിച്ചോ. പെണ്ണുങ്ങളൊക്കെ വഴി അരികിലൂടെ കൊടയും പിടിച്ചിട്ട് ഇങ്ങനെ മറച്ചു പിടിച്ച് നടക്കുകയാണല്ലേ. പുരുഷന്മാരൊക്കെ വേറെ വഴിയിലൂടെ. നല്ല സംസ്കാരാണ്. പണ്ടത്തെ പെണ്ണിന്റെ രീതി തന്നെയാണ് നിങ്ങളും നടത്തുന്നത്, ചങ്ങരം കുളത്ത് വെച്ചിട്ടല്ലേ. അതാ ഞാൻ പറഞ്ഞത്, പറയുമ്പോ ചിന്തിക്കണം. നേരെ വൈരുദ്ധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനു വേണ്ടിയാണ് ഈ ഭാഗം ഞാൻ ആദ്യം തന്നെ കേൾപ്പിച്ചത്. ഈ ഒരു തോന്നിവാസത്തിനു വേണ്ടി ലോകമൊട്ടാകെ ഇവര് നടന്ന് പ്രചരണം നടത്തി. നമ്മുടെ സമ്മേളനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. അവിടെ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരെയും സഹോദരികളെയും ഭാര്യമാരെയും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ എത്രയായിരിക്കും സമ്മേളന സദസ്സിൽ ആളുകൾ? ഈ കഴിഞ്ഞ മർക്കസ് സമ്മേളനമൊക്കെ നിങ്ങൾ കണ്ടവരാണല്ലോ. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പോയിട്ടുള്ള രംഗാണിപ്പത്. എങ്കിൽ ഒരു കുടുംബം മൊത്തവും ആ നഗരിയിലെത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? പക്ഷേ മുജാഹിദുകൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ന്യൂനപക്ഷമാണല്ലോ.
അപ്പൊ ആ ന്യൂനപക്ഷം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവര് തന്റെ വീട്ടിലുള്ള ഭാര്യമാരെയും മക്കളെയും പെൺകുട്ടികളെയും ഉമ്മമാരെയും എല്ലാവരെയും ചങ്ങരംകുളത്തിലേക്ക് അങ്ങിറക്കി.